Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. ദൈവമാർഗത്തിൽ യുദ്ധത്തിന് വരുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, എന്നാൽ അതിക്രമം പാടില്ല. അതിക്രമകാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നേയില്ല. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ. നേരിടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ വധിച്ചുകൊള്ളുക. നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് അവരെ പുറത്താക്കുക. കലാപം കൊലയേക്കാൾ കഠിനം. ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين. ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വരാത്ത പക്ഷം മസ്ജിദുൽ ഹറമിനടുത്ത് വെച്ച് അവരോട് ഏറ്റുമുട്ടരുത്. വന്നാൽ നേരിട്ട് കൊള്ളുക. നിഷേധികൾക്ക് അതാണ് സമ്മാനം. فإن انتهوا فإن الله غفور رحيم. അവർ വിരമിക്കുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു ദയാലുവും ക്ഷമാലുവുമാണല്ലോ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 190 മുതൽ 192 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തൊഴുന്നവരെ തൊഴിക്കുകയും തൊഴിക്കുന്നവരെ തൊഴുകയും ചെയ്യുന്ന ശീലം എക്കാലത്തും മനുഷ്യരിൽ സ്ഥിരമായി തുടർന്നു പോരുന്നൊരു സവിശേഷതയാണ്. ഒരുവൻ നിലനിർത്തിപ്പോരുന്ന നൈതികതയും മൂല്യബോധവും ധാർമ്മിക വിചാരങ്ങളുമെല്ലാം അവന്റെ മേൽ കുതിര കയറാനുള്ളൊരു ഉപാധിയായി കാണും പലരും. ഒരാളുടെ സൗമ്യതയും നിഷ്കളങ്കതയും സഹൃദയത്വവുമെല്ലാം അയാളുടെ ബലഹീനതയായി ഗണിക്കപ്പെടുകയും ചെയ്യും. വളരെ പ്രായോഗികമായ ചിന്താ ജീവിത പദ്ധതിയായിട്ടാണ് ഇസ്ലാം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയോളം താഴാനും ക്ഷമിക്കാനും വ്യക്തികളോട് അത് ആവശ്യപ്പെടുമ്പോൾ തന്നെ അത് അവരുടെ അപജയമായി കണ്ട് അവരുടെ മേൽ കുതിര കയറാനുള്ള അവസരമാക്കാൻ ആരെയും അനുവദിക്കരുതെന്നു കൂടിയാണ് അനുയായികളോട് അത് നിർദ്ദേശിക്കുന്നത്. ഒരു കവിളത്ത് അടികിട്ടിയാൽ മറു കവിളത്ത് കൂടി കിട്ടാതിരിക്കാനുള്ള മുന്നൊരുക്കമാണ് വിശ്വാസി ചെയ്തു വെക്കേണ്ടത്. ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, മഹത്തായ ദൗത്യ നിർവഹണ ബാധ്യതയുള്ള ഒരു സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു അംഗമെന്ന നിലയിലും പതിത്വവും പരാജയവും നിന്ദ്യതയും ഒരലങ്കാരമായി നമ്മുടെ മേലുണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ എല്ലാ നൈതിക മൂല്യങ്ങളും കൊണ്ടു നടക്കുമ്പോൾ പോലും അതേറ്റവും പക്വവും പ്രായോഗികവുമായ കർമ്മരേഖയോട് ആലേഖനം ചെയ്ത് പരിവർത്തിപ്പിക്കാൻ വിശ്വാസികൾക്കാവേണ്ടതുണ്ട്. അഹില്ലകൾ അഥവാ ആ പവിത്രമാസങ്ങൾ നിങ്ങൾക്ക് ആശ്വാസവും സ്വസ്ഥതയും സുരക്ഷിതത്വ ബോധവും സമ്മാനിക്കുന്ന അവസരങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. എന്ന് കരുതി സമാധാനവും ശാന്തിയും സഹവർത്തിത്വവുമൊക്കെ ഒരു വിഭാഗത്തിന്റെ മാത്രം ബാധ്യതയായി നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അത് അസാധ്യവും അസംഭവ്യവും അയുക്തികരവുമായിരിക്കും. സമാധാന പാലനം അത് ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരുടെ എല്ലാം തത്തുല്യ ബാധ്യതയാണെന്ന് ഗണിക്കപ്പെടാത്തിടത്തോളം കാലം ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമായി ശേഷിക്കുകയുള്ളൂ. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. ദൈവത്തിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വരുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കഅബ ലക്ഷ്യം വെച്ച് ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടിയുള്ള യാത്രക്കിടയിലോ അതല്ല പവിത്ര മാസങ്ങളിലോ നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾക്കിതാ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വിശേഷിച്ചും ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന അഭിപ്രായവുമായി നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും. പ്രതിരോധം ജന്തുസഹജമായ ഒരു വാസനയാണ്. അത് അവശ്യ സന്ദർഭങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി അഭിമാന സംരക്ഷണവും ആദർശ സംരക്ഷണവും മനുഷ്യനിൽ അധികമായി കാണുന്ന മറ്റു ചില വാസനകൾ കൂടിയാണ്. അവയും ബലികഴിക്കപ്പെടാതെ തന്നെ നിലനിർത്താനാണ് ഖുർആൻ നമ്മെ പരിശീലിപ്പിക്കുന്നത്. അന്നേരം പവിത്രമാസത്തിൽ ഇവർ തിരിച്ചടിച്ചു കളഞ്ഞല്ലോ, ഹറമിന്റെ പരിസരത്ത് നിന്നും അവർ പോരടിച്ചു കളഞ്ഞല്ലോ തുടങ്ങിയ അലമുറകളെയൊന്നും നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല. കാരണം ഈ പറഞ്ഞവയുടെ മഹത്വത്തെയോ പവിത്രതയെയോ ഒക്കെ കണ്ണുമടച്ച് മാനിച്ചുകൊണ്ട് കഴുത്ത് നീട്ടിക്കൊടുക്കാൻ മാത്രം വിഡ്ഢികളാവാൻ പാടില്ല വിശ്വാസികൾ. ഫീ സബീലില്ല, ഇത് ദൈവമാർഗത്തിലുള്ള പ്രതിരോധവും ചെറുത്തുനിൽപ്പുമാണ്.
അങ്ങനെയാകുമ്പോൾ ഇതിന് മാറ്റുകൂടുകയും അത് വിശുദ്ധ പോരാട്ടമായി ഉയരുകയും ചെയ്യും. കാരണം ഈ പോരാട്ടം അള്ളാഹുവിനു വേണ്ടിയാണ്, അഥവാ അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. ലോകചരിത്രത്തിൽ ഇന്നോളം സുദീർഘമായ നിരവധി രക്തച്ചൊരിച്ചിലുകൾ നാം കണ്ടിട്ടുണ്ട്. അവയുടേതുപോലുള്ള ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഈ പോരാട്ടം. ഭൂമിയിൽ പ്രതാപവും ഔന്നിത്യവും നേടാൻ വേണ്ടിയല്ല, സ്വത്തും മുതലുകളും ആർജിക്കാൻ വേണ്ടിയല്ല, വിപണന കുത്തകയോ അസംസ്കൃത വസ്തുക്കളോ നേടാൻ വേണ്ടിയല്ല, വംശീയമോ ജാതീയമോ ആയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുമല്ല. മറിച്ച് മനുഷ്യരെ മുഴുവൻ ഒരു നുകത്തിൽ കെട്ടാൻ ശേഷിയുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണിത്. നീതിയും ന്യായവും പുലരാൻ വേണ്ടിയാണിത്. അതിനെ ചോദിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വാക്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ സരണി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ വിശ്വാസം അർപ്പിച്ചവർ വിശ്വാസത്തിൽ നിന്നൊരിക്കലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മാർഗം സ്വച്ഛമായി വിളംബരം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. ആക്രമണ ഭയം ഏതുമില്ലാതെ മുന്നേറാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ പോരാട്ടത്തെ വ്യത്യസ്തമാക്കുന്നത്, വിശുദ്ധമാക്കുന്നത്. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധത്തിനായി ഇരമ്പി വരുന്നവരെ ചെറുക്കാനാണ് ഈ ആഹ്വാനം. അക്രമികളോട് സ്വീകരിക്കാൻ പ്രത്യാക്രമണമല്ലാത്തൊരു മറ്റൊരു മാർഗവുമില്ലെന്നത് അവിതർക്കിതമായ ഒരു വസ്തുതയാണ്. വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എന്നാലോ നിങ്ങൾ ഒരു കാരണവശാലും പരിധി ലംഘിക്കുകയുമരുത്. കാരണം അത്തരക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഏത് ഘട്ടത്തിലും അള്ളാഹുവിന്റെ പരിധി നിലനിൽക്കണം. അത് ആരാലും ക്രോസ് ചെയ്യപ്പെടരുത്. ഉദ്ദേശ ലക്ഷ്യങ്ങളെ നിർണയിക്കുന്നതോടൊപ്പം തന്നെ പ്രയോഗത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവിടെ. ദൈവഹിതം തേടിയിട്ടാണെന്ന് അവകാശപ്പെട്ടാൽ പോലും എന്ത് തെമ്മാടിത്തരവും ക്രൂരതയും ന്യായീകരിക്കപ്പെടുമെന്ന് കരുതരുത്. ഒരിക്കലും അത് സംഭവിക്കില്ല. നിങ്ങളായിട്ട് യുദ്ധം ആരംഭിക്കരുതെന്ന് മാത്രമല്ല, യുദ്ധത്തിന്റെ കാലയളവിൽ അള്ളാഹുവിന്റെ പരിധികൾ ഉല്ലംഘിക്കപ്പെടുകയും അരുത്. വളരെ വിശദമായും സൂക്ഷ്മമായും യുദ്ധസന്ദർഭങ്ങളിൽ പാലിക്കേണ്ടുന്ന മാന്യതകളും മാനറുകളും ഡിസിപ്ലിനുകളുമെല്ലാം നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയുധധാരിയായ അല്ലെങ്കിൽ അപകടകാരിയായ ശത്രു സൈനികരെ മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ. സിവിലിയൻസിനെ, വിശേഷിച്ചും വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത്. സൈനികര് പോലും ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങിയാൽ സവിശേഷ കാരണങ്ങളൊന്നുമില്ലെങ്കിൽ വധിക്കപ്പെടരുത്. ശവശരീരങ്ങൾ ചിത്രവധത്തിന് വിധേയമാക്കപ്പെടരുത്. മുഖത്ത് പരിക്കുകൾ ഏൽപ്പിക്കരുത്. എന്തിനേറെ യുദ്ധം മുടങ്ങിയാൽ അവരുടെ അതിജീവന സാധ്യതകളെ ഹനിക്കും വിധം കാർഷിക വിളവുകൾക്കോ കന്നുകാലികൾക്കോ ഫാക്ടറികൾക്കോ മറ്റുപജീവന സാമഗ്രികൾക്കോ ഒന്നും തന്നെ യാതൊരു കേടുപാടും സംഭവിക്കുകയുമരുത്. ഇങ്ങനെ നിരവധി മര്യാദകൾ ആധുനിക നാഗരിക മനുഷ്യനിൽ കണി പോലും കാണാൻ കഴിയാത്തത്രയും പ്രോട്ടോക്കോളുകൾ. ഇതെന്തെങ്കിലും തന്നെ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അതുവഴി നിങ്ങൾ എന്താശിച്ചാണോ ഇതിനിറങ്ങിപ്പുറപ്പെട്ടത്, അതിനു പകരം അള്ളാഹുവിന്റെ കോപമായിരിക്കും നിങ്ങൾക്കായി ബാക്കിയിരിപ്പുണ്ടാവുക. എൻഡ് ഡസൻറ്റ് ജസ്റ്റിഫൈ ദ മീൻസ്. ലക്ഷ്യം ഒരിക്കലും മാർഗത്തെ സാധൂകരിക്കില്ല. അതുകൊണ്ട് ലക്ഷ്യം പോലെ മാർഗവും സുതാര്യവും പരിധിക്കകത്തു നിന്നുമായിരിക്കണം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. നിങ്ങൾ അവരെ എവിടെ വെച്ച് നേരിടുന്നുവോ അവിടെ വെച്ച് തന്നെ അവരെ വകവരുത്തിക്കോളൂ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹജ്ജും ഉംറയും കഅബയും മക്കയുമെല്ലാം മുസ്ലിങ്ങൾക്ക് വിശുദ്ധമാണ്. ആയതിനാൽ ഇവകളെയൊക്കെ മറനിർത്തി ഇവിടെ വെച്ച് മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ പ്രതിരോധിക്കുകയില്ല എന്ന് ശത്രുക്കൾ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ ഈ പരിശുദ്ധതയും പവിത്രതയുമൊക്കെ മുസ്ലിങ്ങൾക്കൊരു വാരിക്കുഴിയാകാൻ പാടില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എവിടെ വെച്ചാണോ അവർ നിങ്ങളെ ആക്രമിക്കുന്നത് അവിടെ വെച്ച് തന്നെ നിങ്ങൾ പ്രത്യാക്രമണം നടത്തിക്കോ. അതൊന്നും തന്നെ ഈ പറഞ്ഞ ഇടങ്ങൾക്ക് നൽകേണ്ട പവിത്രതയ്ക്ക് ഒരു ഭംഗവും വരുത്തില്ല. അതിപ്പോ നിങ്ങളുടെ ജന്മനാടും സർവോപരി പ്രപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇറ്റില്ലവുമായ മക്കയിൽ വെച്ചാണെങ്കിൽ പോലും പ്രതിരോധങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണവുമില്ല. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും. നിങ്ങളെ അവർ പുറത്താക്കിയെടുത്ത് നിന്ന് അവരെയും നിങ്ങൾ പുറത്താക്കിക്കൊള്ളൂ. മക്കയിൽ ഏതൊരു ബഹുദൈവ വിശ്വാസികളെയും പോലെ സ്വച്ഛന്തം ജീവിക്കാനുള്ള അവകാശമുണ്ടായിരുന്നിട്ട് പോലും ഏകനായ സാക്ഷാൽ ദൈവത്തിന്റെ വഴി സ്വീകരിച്ചെന്ന ഒരൊറ്റ കാരണത്താൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വിധം പലായനം ചെയ്യേണ്ടി വന്നവരായിരുന്നു വിശ്വാസികൾ. പക്ഷേ അന്ന് തന്നെ അവരുടെ മനസ്സിൽ ഉറച്ചു നിന്നിരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഒരു നാൾ ഈ മണ്ണ് ഞങ്ങൾ വീണ്ടെടുക്കുമെന്നത്. അത് സാഫല്യമാക്കാനും കൂടിയാണ് അള്ളാഹു ഈ അനുമതി കൊടുത്തിരിക്കുന്നത്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. കൊലയേക്കാൾ ഗുരുതരമാണ് ഫിത്ന. അഥവാ ഫിത്ന ഇല്ലാതാക്കാൻ ചിലപ്പോൾ ചില നിഷ്കാസനങ്ങൾ ആവശ്യമാണെന്ന് വരും. സമൂഹത്തെ ആകമാനം ബാധിക്കും വിധം ഇളക്കിവിടുന്ന കലാപശ്രമങ്ങളാണ് ഫിത്ന.
അസ്ലുൽ ഫിതൻ ഇദ്ഖാലുൽ ഇൻസാൻ എന്നാണ് പറയാറുള്ളത്, അഥവാ മനുഷ്യനെ വറുതിയിൽ ഇട്ടുകളയൽ. നോക്കൂ, സമൂഹത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞ് വറുചട്ടിയിൽ കിടക്കും പോലെ അസ്വസ്ഥജനകവും അരക്ഷിതവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവർ കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. സായുധ കലാപങ്ങൾ കൊണ്ടും വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ടും വിധ്വംസക പ്രവർത്തനങ്ങൾ കൊണ്ടും വർഗീയ ധ്രുവീകരണങ്ങൾ കൊണ്ടുമെല്ലാം ഫിത്നയുടെ ചൂളയിൽ ഇന്ധനമൊഴിക്കുന്നവരെ നിലക്ക് നിർത്തണം. കാരണം അവരെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് അവരുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ. ഇസ്ലാമിനെതിരെയുള്ള കലാപം മനുഷ്യജീവിതത്തിലെ തന്നെ ഏറ്റവും വിശുദ്ധമായതിനു നേരെയുള്ള കയ്യേറ്റമാണ്. ഫിത്നയ്ക്ക് വേറെയും മുഖങ്ങളുണ്ട്. പെർസിക്യൂഷൻ അഥവാ കൊടിയ പീഡനങ്ങൾ അഴിച്ചുവിടലാവാം അത്, അല്ലെങ്കിൽ ഭീഷണിയും ഉപദ്രവവുമാകാം. ദൈവിക വഴിയിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നതും അവരെ ദുഷിപ്പിക്കുന്നതും വഴിതെറ്റിക്കുന്ന സിദ്ധാന്തങ്ങളുടെയും ദർശനങ്ങളുടെയും പ്രചരണം നടത്തുന്നതും ഒക്കെ ഫിത്ന തന്നെയാവാം. ഇതൊക്കെയും വിധ്വംസക സംഘങ്ങളിലൂടെയും ലെജിറ്റിമേറ്റഡ് അധികാര കേന്ദ്രങ്ങളിലൂടെയും ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് അവകളെയെല്ലാം ചെറുത്തു നിൽക്കേണ്ടുന്ന ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അതേസമയം സാമൂഹികമായ ദുരന്തങ്ങൾ സമ്മാനിക്കാത്ത ഏതൊരു വിശ്വാസ സംഹിതകൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നുമുണ്ട് ഇസ്ലാം. മനുഷ്യന്റെ മൂല്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസ സ്വാതന്ത്ര്യം. അത് ഹനിക്കപ്പെടുന്നിടത്താണ് ആയുധമെടുക്കാൻ ഖുർആൻ കൽപ്പിക്കുന്നത്. വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാതിലൂനകും ഫീഹി. നിങ്ങളെ അവർ ആക്രമിക്കാൻ ഉരുമ്പിടുന്നത് വരെ മസ്ജിദുൽ ഹറമിനടുക്കൽ വെച്ച് അവരോട് നിങ്ങൾ പോരടിക്കരുത്. പടച്ചവനെ, ഈ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണേ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ നിവർത്തിപ്പെന്നോണമാണ് മക്കയ്ക്ക് ഈ പദവി ലഭിക്കുന്നത്. അവിടെ വെച്ച് യുദ്ധങ്ങളോ സംഘടനകളോ തർക്കവിതർക്കങ്ങൾ പോലുമോ പാടില്ല. ഫഇൻ ഖാതലൂക്കും ഫഖ്തുലൂഹും. എന്നാൽ മുസ്ലിങ്ങൾ അവിടെ പ്രവേശിക്കുന്നത് തടയാനായി ശത്രുക്കൾ ആക്രമണം അഴിച്ചുവിട്ടാൽ അവരെ നിങ്ങൾ മുട്ടുകുത്തിച്ചേക്കണം. കദാലിക ജസാഉൽ കാഫിരീൻ. മസ്ജിദുൽ ഹറമിനോടുള്ള ആദരവ് കൂട്ടുത്തരവാദിത്വമാണ്. എന്നിരിക്കെ വിശ്വാസികളോടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷത്താൽ ആ ആദരവ് മാറ്റിവെക്കാൻ ശത്രുക്കൾ സ്വയം തയ്യാറായെങ്കിൽ പിന്നെ ഹറമിന്റെ പരിശുദ്ധതയുടെ പേരിൽ ഒരു പരിഗണനയും അവരർഹിക്കുന്നില്ല. ഇങ്ങനെ തന്നെ വേണം അവർക്ക് തിരിച്ചു കൊടുക്കാൻ. ഫൈനിൻ തഹൗ ഫൈനല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ അവർ പിന്തിരിഞ്ഞാൽ, ആയുധം വെച്ച് കീഴടങ്ങിയാൽ അള്ളാഹു ഏറെ ദയാലുവും ക്ഷമാശീലനുമത്രേ. ഈ പിൻവാങ്ങൽ അവരുണ്ടാക്കിയ സകല കുഴപ്പങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും മാത്രമല്ല, സത്യനിഷേധത്തിൽ നിന്നു കൂടിയായിരിക്കണം. അങ്ങനെ അവർ സത്യദീനിലേക്ക് വരാൻ തയ്യാറാകുന്ന പക്ഷം അവർക്ക് മോക്ഷം ലഭിക്കും. ഭൂമുഖത്തും അവരുടെ പൂർവ്വജൈതികളുടെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടാവതല്ല. സത്യമാർഗത്തിലേക്കുള്ള പ്രവേശനം സകല തിന്മകളിൽ നിന്നുമുള്ള അഗ്നിശുദ്ധി വരുത്തൽ കൂടിയാണ്. ചുരുക്കത്തിൽ, എക്കാലത്തും പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും കീഴ്പ്പെട്ട് പതിതരായി ജീവിക്കാൻ സ്വയം വിധിക്കാതെ അന്തസ്സും അഭിമാനവും നിലനിർത്തി ആദർശ സംസ്ഥാപനത്തിനായി അധ്വാനിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. സാമൂഹിക നീതി പലപ്പോഴും ഇത്തരം പരിശ്രമങ്ങളുടെ പ്രതിഫലമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത്തരം പരിശ്രമങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കേണ്ടതുണ്ട്. തുടർ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിൽ സംസാരിക്കാൻ അള്ളാഹു അനുവദിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.